ഹസറാത്ത് എന്ന് പറഞ്ഞാൽ ഹസറത്തിൻ്റെ ബഹുവചനാണ്. ഇൻകിഷാഫുൻ അൻ ഹാലത്തിൻ നദാമ എന്നാണ്. ഖേദം, ദുഃഖം, അതിനെ വെളിപ്പെടുത്തുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. മിഹ്സറ എന്ന് പറയും മിക്നസക്ക്. മിക്നസ എന്താ? നിലം അടിച്ചു വാരുന്ന ചൂലിനും മറ്റാണ് പറയുക. അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ കച്ചറ നീങ്ങിയാൽ മണ്ണും നിലവും വെളിപ്പെടും. ഏതായാലും ഖേദത്തെ, ദുഃഖത്തെ വെളിപ്പെടുത്തുക, പ്രകടമാക്കുക എന്നുള്ളതാണ്. ഖേദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സ്ഥാനം കൽബാണ്. അത് ആളുകളിൽ നിഴലിക്കുക, പ്രകടമാകുക എന്നതിനാലാണ് ഈ ഖേദപ്രകടനത്തിന്, ദുഃഖപ്രകടനത്തിന് ഹസറാത്ത് എന്ന് പറയുന്നത്. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അവർക്ക് ഖേദം പ്രകടമാകും വിധം, ദുഃഖം വെളിവാകും വിധം അവരുടെ അമലുകളെ അള്ളാഹു കാണിച്ചു കൊടുക്കും എന്നാണ് ആ നിലക്ക് അർത്ഥം പറയുമ്പോൾ ഈ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എന്നാൽ ഹസറാത്ത് എന്നത് ഹുസൂറിൽ നിന്ന് വരുമ്പോൾ, ഹുസൂർ ക്ഷീണത്തെ അർത്ഥമാക്കുന്ന പദമാണ്. മലക്കുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് മലക്കുകൾ അഹങ്കരിക്കൂല. വലാ യസ്തഹ്സിറൂൻ, അവർ ആരാധനയുടെ വിഷയത്തിൽ ക്ഷീണിക്കുകയോ അവശമാവുകയോ ഇല്ല എന്ന്. അതേപോലെ സുമ്മർജിഇൽ ബസറ കറതൈനി യൻഖലിബ് ഇലൈകൽ ബസറു ഖാസിഅ വഹുവ ഹസീർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. ആകാശത്തിലേക്ക് നോക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ആകാശത്തിലേക്ക് നോക്കി കണ്ണിനെ തിരിച്ചു കൊണ്ടുവരാൻ പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 തവണ. പരാജിതമായി ആ കണ്ണ് മടങ്ങി വരും. വഹുവ ഹസീർ, അത് അവശമായി, പരവശമായി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഹസീർ എന്നുള്ളത് ഇതേപോലെ അവശമായി എന്ന അർത്ഥത്തിൽ, പരവശമായി എന്ന അർത്ഥത്തിലാണ്. വാദി അൽ മുഹസ്സർ എന്ന് പറയും. എവിടെ വാദി അൽ മുഹസ്സർ? മക്കയിൽ വിശുദ്ധ മിനയുടെയും അതേപോലെ മുസ്ദലിഫയുടെയും ഇടയിലൊരു സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ രാപ്പാർത്ത് പിന്നീട് സുബഹി നിസ്കരിച്ച് ദുആയിൽ നിന്നു. അങ്ങനെ ആ ദുആ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മുസ്ദലിഫയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനയിലേക്ക് വരുന്ന വിഷയം പറയുമ്പോൾ ഹത്താ അതാ ബത്ന മുഹസ്സിരിൻ ഫഹറക നാഖതഹു ഖലീലൻ എന്നാണ്. മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോൾ മുഹസ്സിർ താഴ്വാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. അവിടെ എത്തിയപ്പോൾ തൻ്റെ ഒട്ടകത്തെ കുറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചലിപ്പിച്ചു എന്നാണ്, വേഗം കൂട്ടി എന്നാണ്. എന്താ ബത്ന് മുഹസ്സിർ അല്ലെങ്കിൽ വാദി മുഹസ്സിർ? അബ്രഹത്തിൻ്റെ ആനപ്പട, ആൾപ്പട കഅബ തകർക്കാൻ വേണ്ടി വന്നപ്പോൾ അബ്രഹത്തിൻ്റെ ആനകൾ ക്ഷീണിച്ചു, അവശമായി നിന്നു. എവിടെ? ഈ മുഹസ്സറിൽ. അവിടെ വെച്ച് ആനകൾക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ അത് അവശമായി എന്നാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് വാദി മുഹസ്സിർ എന്ന് പറയുന്നത്. ഏതായാലും ഞാനിതൊക്കെ പറയുന്നത് ഈ ഹസറാത്ത് എന്നതിന് അവശമാവുക, ക്ഷീണമുള്ളതായ അവസ്ഥയിലാവുക എന്നൊക്കെ അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോക കോടതിയിൽ ഈ പരാജിതരായ അനുയായികൾക്ക് അവരുടെ അമലുകളെല്ലാം ഖേദം വെളിപ്പെടും വിധം, നിരാശ പ്രകടമാം വിധം, അവശമാം വിധം കാണിച്ചു നൽകും എന്നുള്ളതാണ്. ഹസറാത്തിൻ അലൈഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചപ്പോൾ എന്തൊക്കെ ആശയങ്ങളെ ആ ഒരു പ്രയോഗം പ്രദാനം ചെയ്യുന്നു എന്നത് ബോധ്യപ്പെടാനാണ് ഇതൊക്കെ ഉണർത്തിയത്. അന്ത്യനാളിന് യൗമുൽ ഹസ്രത്ത് എന്ന് പേരുണ്ട്. വഅൻദിർഹും യൗമൽ ഹസ്ര ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ എന്ന് സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. വഅൻദിർഹും യൗമൽ ഹസ്ര, യൗമുൽ ഹസ്രയെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകൂ എന്നാണ്. യൗമുൽ ഹസ്ര എന്ന് പറഞ്ഞാൽ പരലോകത്തിൻ്റെ പേരാണ്. എന്തുകൊണ്ട് യൗമുൽ ഹസ്ര എന്ന് പരലോകത്തിന് പേര് വെച്ചു? നഷ്ടപ്പെട്ടൊരു കാര്യത്തിൽ അങ്ങേ അറ്റത്തെ സങ്കടം, അതെത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥ, അതൊക്കെയാണ് പരലോകം. ആ പരലോകമായാൽ അള്ളാഹു പറഞ്ഞില്ലേ, ഹത്താ ഇദാ ജാഅതുഹുമുസ് സാഅതു ബഗ്തതൻ ഖാലു യാ ഹസ്രതനാ അലാ മാ ഫറത്നാ ഫീഹാ, യാ ഹസ്രതനാ, ഞങ്ങളുടെ സങ്കടമേ, വിഷമമേ, ഖേദമേ എന്ന് പരിഭവിക്കുന്ന അവസ്ഥയാണ്. ഇദാ ജാഅതുഹുമുസ് സാഅതു ബഗ്തതൻ, പൊടുന്നനെ അന്ത്യനാൾ അവർക്ക് വരികയായാൽ. അതേപോലെ അൻ തഖൂല നഫ്സുൻ യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, യാ ഹസ്രത എന്നൊക്കെ വിളിച്ച് സങ്കടം പറയുന്ന, ഖേദം പറയുന്ന പരലോകമാണ് യൗമുൽ ഹസ്ര. വിശ്വാസികൾ പോലും തങ്ങൾക്ക് കർമ്മങ്ങൾ കുറഞ്ഞു പോയല്ലോ, പുണ്യങ്ങൾ പരിമിതമായല്ലോ എന്ന് സങ്കടപ്പെടുന്ന പരലോകമാണ്. അതുകൊണ്ടാണ് അതിന് യൗമുൽ ഹസ്ര എന്ന് പേരിട്ടത്. ആ യൗമുൽ ഹസ്രത്തിൽ യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം,
എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമലുകളെ അവർക്ക് ഹസറാത്തിൻ അലൈഹിം തങ്ങളുടെ കർമ്മങ്ങളെ കാണിക്കും എന്നാണ് പറഞ്ഞത്.